വെള്ളം തീരാനായല്ലോ. ഏട്ടാ, വെള്ളം തീരാനായിട്ടോ. ഇത്ര പെട്ടെന്ന് വെള്ളം തീർന്നോ? ഇനി നീ എന്താടി വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കുന്നേ? എന്റെ ഏട്ടാ, വെള്ളം ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. ഉപയോഗിച്ച പിന്നെ തീരൂല ഇത്. ശരി, അവിടെ പോയിട്ട് വെള്ളം. അല്ല, ഇതെന്താടി ഈ മുറ്റത്ത് ഇങ്ങനെ നനഞ്ഞെടുക്കുന്നേ? എന്റെ ഏട്ടാ, അത് കുഞ്ഞിനെ കുളിപ്പിച്ചതല്ലേ. ഇത്രയും വെള്ളമൊക്കെ വേസ്റ്റ് ആക്കിട്ടോ? വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. ആകെ ഒരു ബക്കറ്റ് വെള്ളത്തിലേ ഞാൻ കുളിപ്പിച്ചിട്ടുള്ളൂ. ഏട്ടാ പോയി വെള്ളം അടിച്ചു വാ. എടി, നീ ശോഭേച്ചിയുടെ അടുത്ത് പോകണ്ടേ വെള്ളം തിരിക്കാനായിട്ട്? നീ വെള്ളം വെച്ച് ചുരുക്കി ഉപയോഗിക്കേ. എന്റെ ഏട്ടാ, ചുരുക്കി ഉപയോഗിക്കുള്ളൂ. എടി, നീ ശോഭേച്ചിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ. ഞാൻ മിണ്ടലൊക്കെ ഉണ്ട്. ശോഭേച്ചിനെ കാണുമ്പോ ഞാൻ മിണ്ടലൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, ശോഭേച്ചിക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. നാളെ എന്നാ ഒരു പായസമൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കാം. ആയിക്കോട്ടെ. ശോഭേച്ചിനോട് നല്ല രീതിയിൽ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം തരില്ല. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോയി വെള്ളം ഇട്ടിട്ട് വരാം. കിണറില് വെള്ളം കുറഞ്ഞു വരിക. വെള്ളം നോക്കിയും കണ്ടുനോക്കി എടുക്കണോ? അതറിയാം ശോഭേച്ചി. ആയിക്കോട്ടെ. ഏട്ടാ, ഈ ചുരിദാറുണ്ടല്ലേ, ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണം. ഇതാ എന്താ ചെങ്കാരം. സന്തോഷിക്കല്ലേ, പൊട്ടിച്ചിരിക്കല്ലേ, കണ്ടാലും മതി. ഇത്രയും കാലത്തെ എൻ്റെ തൊട്ട് ഇനി വെള്ളം കൊടുക്കാനാകുകയില്ല. വെള്ളം ഒത്തിരി കുറയ്ക്കണം കൊടുക്കുന്നത്. ഇതാരോ 1 മണിക്കൂർ അങ്ങ് എടുക്കുകയല്ലേ വെള്ളം. ഇനി 1/2 മണിക്കൂറാക്കണം. വേറെ എവിടെയും പോയി തിരുമ്പുകയും കുളിക്കുകയൊക്കെ ചെയ്തോട്ടെ. ഇനി പോരേ തന്നെ ആക്കിയിട്ട് ആക്കണ്ട. പോയി നോക്കട്ടെ വെള്ളത്തിൻ്റെ പരിപാടി എന്തൊക്കെയാന്ന്. ഇതെന്താ വെള്ളം മറിഞ്ഞെവിടാ? ശോഭേച്ചി ഇപ്പൊ വന്നേ. ഫോണങ്ങ് നോക്കിയാ പിന്നെ വേറെ ആരെയും കാണുമൊന്നുമില്ലല്ലോ. ഇതെന്താ ഇവിടെ വെള്ളം മറിഞ്ഞെന്ന് നോക്കിയാ ഞാൻ. അയ്യോ ശോഭേച്ചി, അത് വെള്ളം അങ്ങനെ മറിഞ്ഞല്ല. ഒരു ഗ്ലാസ് വെള്ളം കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തതായിരുന്നു. അതോളാടെ മറിച്ചിട്ടതാ. ഗ്ലാസ് വെള്ളമൊന്നും ഇങ്ങനെ മറിക്കണ്ട. ഞങ്ങ കിണറ്റിലെ വെള്ളല്ലേ. അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാ അവിടെ പരിപാടിന്ന്. വെള്ളം കൊടുക്കുന്നതും പോരാ. നമുക്ക് ഈ സ്ഥലം വിട്ട് പോവാടി, വെള്ളവും ഇല്ല. അത് തന്നെയേട്ടാ എനിക്കും തോന്നണേ. പക്ഷെ ഈ വെള്ളമില്ലാത്ത സ്ഥലം ആര് വാങ്ങാനാ? എല്ലാ വേനൽക്കാലത്ത് ഇതല്ലേ അവസ്ഥ? എനിക്കറിയില്ല. ഇതെന്താ കൃഷിയോ? ഇതിനൊക്കെ എവിടെയാ വെള്ളമുള്ളേ? കൃഷി ഉണ്ടാക്കുന്നേ ഒക്കെ അങ്ങ് നിർത്തിക്കളയട്ടെ. ഇല്ല, വാഷിംഗ് മെഷീന്റെ സ്വിച്ച് അല്ലേ ഓണായി കിടക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെയാന്ന് തോന്നുന്നുണ്ട് അലക്കല്. അത്രയൊക്കെ മതി. അടിയിലെങ്കിലും ഉണ്ടല്ലോ ഇച്ചിരി. ഒക്കെ മതി. അങ്ങനെയൊക്കെ ഞാൻ കുടിച്ചായി. അല്ല മക്കളെ, നിങ്ങള് വാഷിംഗ് മെഷീന്റെ അകത്താ തിരുമ്പല്? ഇല്ല ശോഭിച്ച, വാഷിംഗ് മെഷീൻ ഞാൻ ഓണാക്കില്ല. അതിന്റെ സ്വിച്ച് ഒക്കെ ഓണായി കിടക്കുന്നുണ്ടല്ലോ. സ്വിച്ച് ഇട്ടത് ഉണക്കാനിട്ടതാ. അലക്കിയ തുണി അതിലിട്ട് ഉണക്കലുണ്ട്. അല്ലാണ്ട് വാഷിംഗ് മെഷീൻ ഞാൻ അലക്കല്ല. അതിന് ഒരുപാട് വെള്ളം വേണ്ടേ? ഇനി തിരുമ്പാനും കുളിക്കാനും ഒക്കെ വേറെ ഇടയ്ക്കും പോയിക്കോളി. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ വന്നെന്താന്നറിയാവോ? എനിക്ക് നാളെ ഇവിടുത്തെ കാറൊന്ന് വേണം. കാറ് ചോദിച്ചേ, കാറ് ആരാ ഡ്രൈവ് ചെയ്യാ? ഡ്രൈവ് ചെയ്യാനിപ്പോ ആരാ ഇവിടെ? ആരാപ്പം ഡ്രൈവിങ് അറിഞ്ഞൂടാത്തോല്? ഞാൻ ഏതെങ്കിലും പിള്ളേർമാരെ വിളിക്കൂ ഡ്രൈവ് ചെയ്യാൻ. ശോഭേച്ചി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളെ വിളിക്കണം. എന്തേലും തട്ടലോ മുട്ടലോ വന്നാല് കേസാവുക ഓണറിന്റെ പേരിലല്ലേ, അതുകൊണ്ടാ. അനക്കെങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അയ്യോ അങ്ങനെ ചോദിച്ചല്ല ശോഭേച്ചിയെ, നല്ലോണം ഡ്രൈവിംഗ് അറിയുന്ന ആളല്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ശോഭേച്ചി വണ്ടി എടുത്ത ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ചീറ്റ വർത്താനൊക്കെ എന്റെ വായിലുണ്ടായിരുന്നുല്ലേ? ഇത് എനിക്കറിഞ്ഞൂടായിരുന്നു. വെള്ളം തിരിക്കാൻ വരുന്നേരം വലിയ പാവാന്നല്ലോ. വെള്ളം അങ്ങേ അല്ലേ, അങ്ങേ കിണറ്റില്ല വെള്ളല്ലേ കുടിക്കുന്നതല്ലേ? ശോഭേച്ചി, കാർ ശോഭേച്ചി എടുത്തോ നാളെ? കാറ് വേണോ? കാറ് ഞാൻ എടുക്കുകയും ചെയ്യൂ. പുതിയ ചുരിദാറൊക്കെ വാങ്ങാൻ പൈസയൊക്കെ ഉണ്ടല്ലേ? പുതിയതൊന്നല്ല ശോഭേച്ചി, ഇത് കൊറേ ആയി. കണ്ടാലറിയാ പുതിയതല്ലാന്ന്. കിണറ് വയ്ക്കാനാ പൈസ ഇല്ലാത്തത്. കിണറ് കുഴിക്കായിട്ടല്ലോ, കുഴിച്ച കിണറ്റില് വെള്ളം കിട്ടാത്തോണ്ടല്ലേ.
ആ നീ ഇങ്ങനെ മറുപടിയൊക്കെ പറയോ? ഞാള് കൊള്ളാലോ. ആയിക്കോട്ടെ, ഞാൻ നാളെ കാർ എടുക്കാൻ വരാം. ആ ശരി. പിന്നെ ഒരു കാര്യം, 2000 റുപ്യ എന്റെ അക്കൗണ്ടിലേക്ക് ഇടണേ. 2000 രൂപയോ? എന്തിനാണ് ശോഭേച്ചി? എനിക്കൊരു ആവശ്യം ഉണ്ടോ? അതാ ചുരിദാർ അങ്ങനൊക്കെ പൈസ ഉണ്ടല്ലോ നല്ലേ. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഇട്ടുതരാം. ആ എന്റെ കിണറ്റിലെ വെള്ളാ കുടിക്കുന്നേ, അത് ഓർമ്മിച്ചോ. ഇപ്പൊ ഇടാം ശോഭേച്ചി, ഇടാട്ടോ. ഹല്ലോളെ, കൂടുന്നത് നേരത്തെ ഒരു ഒച്ച ഇട്ടത്. ഞാൻ ആസ്പത്രിയിൽ പോയാൻ വന്നു നോക്കാൻ നേരല്ലാണ്ടായി പോയി. അതില്ല ശോഭിച്ച്, ഞാള് കുഴൽക്കിണർ അടിച്ച്. കുഴൽക്കിണർ ഒഴിച്ചോ? എന്നിട്ട് വെള്ളം കിട്ടിയോ? ഓ നല്ലോണം വെള്ളമുണ്ട്. ഇനിയിപ്പോ എന്തായാലും ശോഭേച്ചിന്റെ അടുത്ത് വെള്ളം എടുക്കേണ്ടി വരൂല. കൊറേ പൈസ ആയിക്കുണ്ടാവൂലേ? ഞാൻ ഒരു ലോൺ എടുത്താ, പക്ഷെ എന്നാലും വെള്ളം കിട്ടിയല്ലോ, സമാധാനമായി. അല്ലക്കളെ, നിങ്ങൾ എന്തിനൊക്കെ കുഴൽക്കിണർ ഒഴിച്ചത്? അങ്ങല്ലേ കിണറും വെള്ളവും. എന്നായാലും സ്വന്തമായിട്ടൊരു കിണർ വേണ്ട ശോഭേച്ചിയെ? അല്ല മക്കളെ, ഇന്ന് വരെ നിങ്ങൾ വെള്ളം എടുക്കുന്നത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിക്കോ? അതില്ല. ഇല്ലാലോ. ഇല്ല. ഒരു കിണറ് പോലെ ഒരു പുര പോലെ ഒരു കിണറിന്ന് വെള്ളം എടുത്ത് നിന്നതല്ലേ. ഇപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിന മക്കളെ? മോളെ, എന്റെ മിക്സി ഒന്ന് തരും, എനിക്ക് ഇത്തിരി അരി അരക്കാനുണ്ടായിരുന്നു. അരിയോ? മിക്സി ഓൺ ആകുന്നില്ല. എന്നാ ശോഭേച്ചി ഒരു കാര്യം ചെയ്യും, അരി എടുത്തിങ്ങ് പോരി. മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടടക്കണ്ടല്ലോ, അരി ഇങ്ങ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അരച്ചാ പോരെ? ആണോ? വേഗം അരി എടുത്തിങ്ങ് പോരി, നമുക്ക് ഇവിടെ നിന്ന് അരിക്കാം. എന്നാ ഞാൻ എന്റെ അരി എടുത്ത് വരാം. എല്ലാം കഴിഞ്ഞ്